ഇറ്റലിയിലെ സൽസാനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1517 ഓഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം അസുഖബാധിതനായി മരണാസന്ന നിലയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് രോഗിലേപനം നൽകാൻ സൽസാനോയിലെ ദേവാലയത്തിൽ ചാപ്ലിനായിരുന്ന ഫാദർ ലൊറൻസോ യാത്രയായി. അദ്ദേഹത്തിന് മ്യൂസൺ നദിയോട് ചേർന്നുള്ള പുൽമേടുകളിൽ കൂടി വേണമായിരുന്നു രോഗിയുടെ വീട്ടിലേക്ക് എത്തുവാൻ. ഫാദർ ലൊറൻസോ അതിലേ കടന്നുപോയപ്പോൾ അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന കഴുതകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെ തിരുവോസ്തിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അവ ഉടൻ തന്നെ മുന്നോട്ട് വന്ന് തിരുവോസ്തിയെ വണങ്ങുകയും ഫാദർ ലൊറൻസോയെ അനുഗമിക്കുകയും ചെയ്തു. അദ്ദേഹം രോഗിയുടെ വീട്ടിൽ പ്രവേശിക്കാൻ തുടങ്ങിയ വേളയിലും കഴുതകൾ തിരുവോസ്തിയെ വണങ്ങി. പിന്നീട് അവ ലൊറൻസോ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കുകയും അദ്ദേഹത്തോടൊപ്പം മടങ്ങുകയും പുൽമേടുകളിലേക്ക് തിരികെ പോവുകയും ചെയ്തു. വൈദികൻ വഴി ഇടവക ജനത്തിനും അവരിൽ നിന്ന് കുട്ടികൾക്കും ഈ അത്ഭുതത്തെ പറ്റിയുള്ള വിവരണം പകർന്നു കിട്ടി. പിന്നീട് പുസ്തകങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഈ അത്ഭുതത്തിൻ്റെ പ്രസിദ്ധി വർദ്ധിച്ചു. ദേവദാസൻ ഷിമയോൻ റോഡ്രിഗസിൻ്റെ രചനയിലും ഈ അത്ഭുതത്തെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. 1550 വരെ സൽസാനോയിലെ പാസ്റ്ററായിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ അർത്തൂസോയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഫാദർ ലൊറൻസോ ഓഗസ്റ്റ് 1517 സൽസാനോയിലെ ദേവാലയത്തിൽ ചാപ്ലിനായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും കൂരിയ സാക്ഷ്യപ്പെടുത്തി.